സാർ ഓർമ്മകളെ കുറിച്ച് പറയാണല്ലോ, പഴയ കഥകളൊക്കെ പറയാണല്ലോ. അപ്പം ഞാൻ 2-3 പാട്ടുകൾ, അപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു 1 ലൈൻ 2 ലൈനിലുള്ള ഒരു മെമ്മറി പറയണം. അങ്ങനെയാണ് മിഴിയോരം. 2 മിഴിയോരം. അതെ, അതൊന്ന് ജാനകി പാടുന്നുണ്ട്, ഒരെണ്ണം യേശുദാസ് പാടും. സാറിന് അതിനകത്ത് സാറിന് പെട്ടെന്ന് സാറിന്റെ മനസ്സിൽ തോന്നിയ പാട്ട്? പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് യേശുദാസ് പാടി മിഴിയോരമാണ്. അത് ഉണ്ടാക്കാൻ എഗെയിൻ ഫാസിലാണല്ലോ എൻ്റെ മെയിൻ പോർഷൻ. അപ്പോൾ ഫാസിൽ എന്നോട് പറഞ്ഞു, ഈ പാട്ട് 2 വിധത്തിൽ നമുക്ക് പാടേണ്ടി വരും. ഒന്ന്, ഹീറോയിൻ വീട്ടിലിങ്ങനെ മുറി അടിച്ചുകൊണ്ട്, എന്താ പറയുക, ചൂലുകൊണ്ട് മുറി അടിച്ചുകൊണ്ടിരിക്കുന്ന മൂളിപ്പാട്ട് പാടുന്നുണ്ട്, ഒരു സ്റ്റൈൽ, ഒരു സിറ്റുവേഷൻ. അതേ പാട്ട് ഇവളുടെ കാമുകൻ പിന്നീട് പാടുമ്പോൾ ഒരു ഹൃദയസ്പൃക്കായ ഒരു സിറ്റുവേഷനിൽ ഇതേ ട്യൂൺ തന്നെ പാടണം. അപ്പോൾ 2 തരത്തിൽ ഇതിനെ കൺസീവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ സംഭവിച്ചത്. പിന്നെ പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, അത് സത്യനന്ദിക്കാടിൻ്റെ പണിയാണ്. അത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയാണല്ലോ. അതിൽ ഞങ്ങളോട് പറഞ്ഞത് ഒരു പക്ക, ഞങ്ങളെന്ന് വെച്ചാൽ ലിറിസിസ്റ്റിനോടും മ്യൂസിക് ഡയറക്ടറിനോടും പറഞ്ഞത് ഇതൊരു പക്ക ലവ് സോങ് ആണ്, ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടി പോയിക്കൊള്ളുന്നു. അങ്ങനെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം അതിനെ വിളിച്ചിരുന്നത് മുല്ലനേഴി എന്ന് പറയുന്ന മാസ്റ്റർ ജിയാണ്. അപ്പം മിസ്റ്റർ മുല്ലനേഴി പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. അതെ, ഹി വാസ് ടീച്ചിങ് മലയാളം ഇൻ എ സ്കൂൾ നിയർ ഒല്ലൂർ ഓർ സംതിങ്. അപ്പോൾ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു, അല്ല, എനിക്ക് ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒരു പത്മ തിയേറ്ററിൻ്റെ പുറയിൽ ഒരു ചെറിയ ഹോട്ടലിൽ കൊണ്ട് ഇരുത്തി, എറണാകുളം അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, സത്യനന്ദിക്കാട് പറഞ്ഞു, ഒരു മോഡേണിഷ് ട്യൂൺ വേണം, മോഡേൺ ബീറ്റൊക്കെ ഉള്ളത്. ഇദ്ദേഹം ലിറിക്സ് എഴുതുന്നു. ഞാൻ നോക്കിയപ്പോഴുണ്ടടാ, ഒരു മുഷിഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരാൾ ഒരു തോളത്തിൽ സഞ്ചിയും തൂക്കി ഇങ്ങനെ വരിക. ഇതാണോ മാസ്റ്റർ ജി? അതെ, ഐ ഷുഡ് നോ ദാറ്റ്. സി, സത്യനന്ദിക്കാട് ഹിംസെൽഫ് ഈസ് എ ലിറിസിസ്റ്റ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുമ്പോൾ അത് ഡയറക്ടറായിട്ടല്ലേ പരിചയപ്പെട്ടത്. ആണ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയത്, എന്നെക്കൊണ്ട് ട്യൂൺ ചെയ്ത് പി ചന്ദ്രകുമാറിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ആണ്. അപ്പോൾ എൻ്റെ പരിചയം സത്യനന്ദിക്കാട് ആസ് എ ലിറിസിസ്റ്റ്. അപ്പോൾ സത്യനന്ദിക്കാട് റെക്കമെൻഡ് ചെയ്യുന്നൊരു കവിയാണ് ഈ വരുന്നത്. അപ്പോൾ അത്ഭുതപ്പെട്ടു. എനിവേ, എൻ്റെ ട്യൂൺ വാസ് വെസ്റ്റേൺ ഇഷ്ടം, ജം തപ്പ ജും തപ്പ ജും തപ്പ ജം. അപ്പോൾ തകിട്ട തത്ത താതി താതി താരതീരി ഇതാണല്ലോ. ഞാൻ പാടി ഇങ്ങനെ താതി താതി താ. മിസ്റ്റർ മെല്ലനേഴി പറഞ്ഞു, ഒരിക്കൽ കൂടി പാടാമോ? ഒരിക്കൽ കൂടി പാടി. പിന്നെ അദ്ദേഹം പറയുകയാണ്, എഴുതിക്കോളൂ, പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. അപ്പോൾ തന്നെ there is no mistake, nothing, no correction, absolutely 100%. അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു. ഉടുപ്പ് മുഷിഞ്ഞാണെങ്കിലും ഇദ്ദേഹം മഹാഭയങ്കരനാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് പവിഴമല്ലി. സാർ, പണ്ട് ഈ മ്യൂസിക്കിന് മുകളിലാണോ ലിറിക്സ് എഴുതിണ്ടായിരുന്നത്, അതോ 2 വിധത്തിലും ആകാമല്ലോ. ഒന്നിച്ച്? ഏറ്റവും നല്ലത് എപ്പോഴും ലിറിക്സ് ഒരു കവി അല്ലെങ്കിൽ പാട്ടെഴുതുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള ആശയം മനോഹരമായിട്ട് ഒരു വൃത്തബദ്ധമായ വിധത്തിൽ എഴുതി കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെ ട്യൂൺ ചെയ്യാനും നമുക്ക് ഈസി. ഇപ്പം നമുക്ക് ഒന്നും നോക്കണ്ട, അതിൻ്റെ അകത്തുള്ള എന്താ പറയുക, ദി മൂഡ്, ഭാവം എന്താണ്, ശൃംഗാരമാണോ ഭക്തിയാണോ ഏതാണ്. പിന്നെ അത് താളത്തെപ്പറ്റി നമുക്ക് വിഷമിക്കേണ്ട, ആ വൃത്തത്തിലെല്ലാം ഉണ്ട്. നമ്മുടെ ജോബ് 100, ഒരു 50% തീർന്നു. പിന്നെ ഒരു സിമ്പിൾ ട്യൂൺ ഇട്ടാണ്. അപ്പോൾ ഒരു 100% ഓഫ് ദ റിയൽ സിറ്റുവേഷൻ്റെ ഇത് കിട്ടും. ഇപ്പോൾ 2 വിധത്തിലും ആകാം, പ്രൊവൈഡഡ് 2 കൂട്ടർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. ലിറിക്സ് കിട്ടിക്കഴിഞ്ഞ് ട്യൂണും ഇടാം, അല്ലെങ്കിൽ ട്യൂണ് ഇട്ട് കഴിഞ്ഞിട്ട് ലിറിക്സ് ഇടാം. സർ,
പഴയ സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സാറിന്റെ അന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ഷിപ്സ് ആണോ ഉണ്ടായിരുന്നത്, അതോ എങ്ങനെയാണ്? ഇൻഡസ്ട്രിയിലോ? ആ. ഇല്ല, ഇൻഡസ്ട്രിയിൽ ഫ്രണ്ട്ഷിപ്സ് ഇല്ല. അപ്പം നിങ്ങളുടെ വിചാരം ഇപ്പോൾ ഞാനും ഫാസിലും കൂടി എല്ലാ ദിവസവും വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഫാസിലെ അടുത്ത കഥ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വെൻ ദ നെക്സ്റ്റ് മൂവി കം, ഇപ്പോൾ മഞ്ഞിൽ കഴിഞ്ഞ് പൂക്കൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഫാസിലും കണ്ടിട്ടേ ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് മാമാട്ടിക്കുട്ടി എന്ന് പറഞ്ഞത്, 1-2 കൊല്ലം. അപ്പോൾ വീണ്ടും കാണുന്നു, അപ്പോൾ കഥ പറയുന്നു. അപ്പോൾ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിലുള്ള സൗഹൃദമല്ല, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആഡ്മിറേഷൻ ഫോർ ഈച്ച് അതർ മേ ബി, അത് സാധ്യതയുണ്ട്. പക്ഷേ പോയിരുന്ന് വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു, ഫാസിലും വൈഫും കൂടെ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. അവർ ജോബ്സ് ഇതിനൊന്നും സമയം തരണം. ഇപ്പോൾ എനിക്ക് യേശുദാസിനോട് കൂടി പോയിരുന്നു വർത്തമാനം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശുദാസിനെ കിട്ടണ്ടേ? യേശുദാസിൽ പോകുമ്പോഴും ഓടി എന്ന് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പണ്ടത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇപ്പോഴത്തെ സിനിമകളൊക്കെ സാർ ഇപ്പോഴത്തെ സിനിമകൾ കാണാറുണ്ടോ? ഇല്ല, എന്നാലും ഇടയ്ക്കും മുറിക്കും കണ്ടിട്ടുണ്ട്. അപ്പം അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന്റെ രീതികളും ഇപ്പോഴത്തെ സാർ എങ്ങനെയാണ് അതിനെ? ഐ എം നോട്ട് ക്രിട്ടിക്കൽ അബൌട്ട് ഇറ്റ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താ ഒരു സീനിനെ എൻഹാൻസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഒരു സീനിൻ്റെ ഭാവത്തെ കുറച്ചും കൂടി ഉദ്ദീപിപ്പിക്കുന്ന വിധത്തിലാണെങ്കിൽ അതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആവശ്യം. മാത്രമല്ല ഈ ബാക്ക് ഗ്രൗണ്ട് എന്നാണ് അതിൻ്റെ പേര്, ഫോർഗ്രൗണ്ട് അല്ല. അപ്പോൾ ഹോളിവുഡിൽ തന്നെ ആദ്യകാലത്ത് ഇഫ് യു ലിസൺ ടു ഇഫ് യു സീ ദ മൂവീസ് ഓഫ് ദി അപ് ടു 1950, ഇപ്പോൾ എന്തെങ്കിലും വർത്തമാനം പറയുന്ന സമയത്ത് മ്യൂസിക്കൊക്കെ വളരെ പുറകിലാണ് കേൾക്കുക, ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് കേൾക്കുക. അത് കൂടി വന്നു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഫോർഗ്രൗണ്ട് മ്യൂസിക്കായിപ്പോയി. അവിടെ എനിക്കൊരു ആശയക്കുഴപ്പമുണ്ട് അതിനെപ്പറ്റി. പക്ഷേ ഇന്നത്തെ ഇങ്ങനെ ആളുകൾക്ക് ഇത് കേട്ടിപ്പോൾ പരിചയിച്ച സ്ഥിതിക്ക് ഇറ്റ് ഈസ് ഓക്കെ എന്ന് ഞാൻ പറയും. സ്റ്റൈൽ ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോഴും പഴയ സിനിമകളും പഴയ പാട്ടുകളും കാണുമ്പോൾ ഞങ്ങൾ വീണ്ടും അതിലേക്ക് പോകുന്നുള്ളതൊരു സത്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സാറ് ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വന്നിട്ട് പിന്നെ പോയി, പിന്നെ ഒരു തിരിച്ചുണ്ടായിരുന്നു. ഞാൻ വന്നു, ഞാൻ പോയോ? അങ്ങനല്ല ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തില്ല, എന്നെ ആരും വിളിച്ചില്ല. അയ്യോ, ഞാനിവിടെ ഉണ്ടായിരുന്നു, എന്നെ ആരും വിളിച്ചില്ല. അതിൽ അത്ഭുതപ്പെടാനില്ല. സി, നമ്മൾ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡസ്ട്രിയേ അല്ല. കുറേ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു, കുറേ ആളുകൾ ഐഡിയ കൊണ്ടുവരുന്നു, ഒരു സിനിമ ഉണ്ടാക്കാം, അങ്ങനെ പോകുന്നു വരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് ആൻഡ് സെക്കൻഡ് ഇന്നിങ്സ് അതൊരു റൊട്ടേഷൻ ആണല്ലേ സാർ, എല്ലാവരുടെയും ഒരു? അത്രയേ ഉള്ളൂ. വരുന്നു പോകുന്നു.